അച്ഛാ, എന്താടാ? സ്കൂള് തുറക്കാറായി. നമ്മളെങ്ങാട്ടും പോയില്ലല്ലോ. നമുക്കൊരു ട്രിപ്പ് പോയാലോ? ഇപ്പൊ ഭയങ്കര ചൂടല്ലേ കണ്ണായി? ടൂറൊക്കെ പോയാൽ നമ്മള് പൊള്ളി ചത്തുപോകും. ഓ, ചൂട് കാലം കഴിയുമ്പോ അച്ഛൻ പറയും മഴക്കാലാണെന്ന്. മഴക്കാലത്ത് നമ്മൾ തണുത്ത് വിറച്ചു പോകുമെന്ന്. അത് പിന്നെ എന്നാ അച്ഛൻ അങ്ങാട്ടൊന്ന് നോക്കിയ, രാവിലെ 5 മണി തൊട്ട് തുടങ്ങണ ജോലിയാണ്. രാത്രി ആയാലും അമ്മയുടെ ജോലി തീരത്തില്ല. എന്നെ അച്ഛൻ ടൂറിന് കൊണ്ടുപോകണ്ട. അച്ഛൻ അമ്മേനെ വല്ലപ്പോഴെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുപോകൂടെ? പാവം. അവൾ അങ്ങനെ പറഞ്ഞ ടൂറ് പോണോന്ന്? അമ്മ ഒരിക്കലും അമ്മയുടെ ആഗ്രഹങ്ങൾ അച്ഛൻ്റെ അടുത്ത് പറയത്തില്ല, അച്ഛനോട്ട് ചോദിക്കത്തുമില്ല. അതിന് അമ്മക്ക് ടൂറ് പോണോന്നും ഇഷ്ടമല്ലടാ. അതല്ല നമ്മള് പോകുമ്പോ നമ്മളൂടെ വരാത്തത്. ഇത്തവണ അച്ഛനൊന്ന് വിളിച്ചു നോക്ക്, അമ്മ ഉറപ്പായിട്ടും വരും. ഞാൻ ലീവ് കിട്ടുവാൻ നോക്കിട്ട് മോൻ അമ്മയുടെ ടൂർ പോണായിരുന്നു പറഞ്ഞേക്ക്. ഓക്കെ അച്ഛാ. അമ്മ, എന്തൊരു സന്തോഷ വാർത്തയുണ്ട്. എന്ത് വാർത്ത? നമ്മള് ടൂറിന് പോണ്. നമ്മളെന്ന് പറയണ്ട, നിങ്ങളെന്ന് പറഞ്ഞാ മതി. ഞാൻ ടൂറിനൊന്നും വരുന്നില്ല. അമ്മ വന്നേ പറ്റൂ. നീ എന്ന് പോയാലോ ചെറുക്ക? അമ്മ എന്താണ് വരാത്ത? ഞാനും അച്ഛനും എപ്പോഴും പോകുമ്പോ അമ്മേനെ വിളിക്കുന്നതല്ലേ. അമ്മ വരാത്തതിന് കാര്യം പറ. നീ അടി പേടിക്കാതെ പോകുന്നുണ്ടാ? എടാ, നീ എവിടെയാണ്? എന്റെ കല്യാണത്തിന് വന്നില്ലല്ലോ. എടാ, എനിക്ക് ലീവ് കിട്ടിയില്ലടാ. ഞാൻ നാട്ടിൽ വരുമ്പോ നിന്റെ വീട്ടിലേക്ക് വന്നോളാം. അതൊക്കെ പോട്ടെ. എടാ, നിന്റെ പെണ്ണ് സുന്ദരിയാണടാ. സുന്ദരിയൊന്നുമല്ല. മാറ്റിനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വല്ല ഷെക്കൻ ഷോയ്ക്കും കൊണ്ടുപോവാ. എടാ, അങ്ങനെയൊന്നും പറയില്ലടാ. അതേടാ, കറുത്ത് അടിച്ച ഒരു ബൊമ്മ. എനിക്കിഷ്ടമൊന്നും ആയില്ല ഈ കല്യാണം. അനു, എനിക്ക് ലീവ് റെഡിയായി. നമുക്ക് ടൂറിന് പോവാം. കണ്ണായി പറഞ്ഞില്ലേ? ഇല്ല ഏട്ടാ, ഞാൻ വരുന്നില്ല. ഈ വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അന്നൊന്നും നിങ്ങൾ എന്നെ വിളിച്ചില്ല. മോൻ വലുതായി കഴിഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ യാത്ര പോയിക്കൊണ്ടിരുന്നത്. അന്നേരോ ഞാൻ വരുന്നോന്ന് പോലും ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്കൊപ്പമുള്ള യാത്രകൾ വരെ മറന്നു തുടങ്ങിയിരിക്കുന്നു. സാരയില്ല ചേട്ടൻ സെക്കൻഡ് ഷോയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോ, ഞാൻ വരാം. എന്നെ പോലെയുള്ള പെണ്ണുങ്ങൾക്ക് അതേ വിധിച്ചിട്ടുള്ളൂ. എടി സോറി, എന്നോട് ക്ഷമിക്കും. അന്ന് ഞാൻ പറഞ്ഞ ഒരു ചെറിയ തമാശ നിന്നെ ഇത്രയും വേദനിപ്പിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. സോറി ചേട്ടാ, ഇനി ആരെയും ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യരുത്. ബോഡി ഇങ്ങനെ ആയി പോയതും കറുത്ത നിറം വന്നതും ഞങ്ങളെ പോലുള്ളവർ തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വർഷങ്ങൾ നിങ്ങളുടെ ഒപ്പം നടക്കാഞ്ഞത്. മോനുണ്ടായപ്പോ നിങ്ങൾ രണ്ടുപേരും യാത്രകൾ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്റെ നിറം കറുപ്പാണ്, ഞാൻ തടിച്ചിട്ടുമാണ്. പക്ഷെ എന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റിയിരുന്നില്ല. അതെനിക്കറിയാം. ഒരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്ന അവളുടെ പുരുഷനോടൊപ്പം നടക്കാനാണ്, അല്ലാതെ ഇരുളിൽ കഴിയാനല്ല. നീ ക്ഷമിക്കുമെന്നെ. ഞാൻ നിന്നെ വേദനിപ്പിക്കത്തില്ല. നീ ഇനി എന്റെ ഒപ്പം തന്നെ നടക്കണം. ആരും എന്തും പറഞ്ഞോട്ടെ. നമ്മുടെ ജീവിതം ഇനി എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും. കണ്ണു തുടക്കി, എന്നിട്ട് വേഗം റെഡിയാകും. ട്രെയിന് സമയമാകും.